നമസ്തേ. നിങ്ങൾക്കറിയാവോ എന്താണ് ഭഗവത്ഗീത എന്ന്? നമുക്ക് ചെറുതായൊന്ന് പരിചയപ്പെട്ടാലോ? പഠിക്കാൻ എളുപ്പം, ഓർക്കാൻ എളുപ്പം. വായോ. ശ്രീമദ് ഭഗവത്ഗീത. വിശ്വസിക്കണമെന്നോ വിശ്വാസിയാകണമെന്നോ ഒരു വാക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരിടത്തും ഇല്ല. മറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു വാചകം തന്നെ ശ്രീമദ് ഭഗവത്ഗീതയെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട് താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്യുന്നതിയിൽ നിർത്തുന്നു. ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അന്ധവിശ്വാസിയാക്കുന്നതിന് പകരം സ്വയം ദൈവത്തെ തിരയുവാനും കഴിയുമെങ്കിൽ അറിഞ്ഞനുഭവിക്കാനും ആണ് ശ്രീമദ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. അതും സ്വയം താല്പര്യമുണ്ടെങ്കിൽ മാത്രം. യാതൊരു നിർബന്ധവും ഇല്ല. ഈ പറയുന്നത് അന്യ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ തെറ്റാണെന്നോ മോശമാണെന്നോ സ്ഥാപിക്കുവാനല്ല. മറിച്ച് വിശ്വാസം അറിവില്ലായ്മയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അറിവില്ലായ്മ മനുഷ്യനെ അന്ധകാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അവസാനം സമ്പൂർണ്ണ നാശത്തിലേക്കും നയിക്കും എന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഭഗവത്ഗീത പലപ്പോഴും ഗീത എന്ന് വിളിക്കപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നടക്കുന്ന ഭഗവാൻ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള 700 ശ്ലോകങ്ങളുള്ളൊരു സംഭാഷണമാണിത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും സങ്കീർണവുമായ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിൻ്റെ ഭാഗമാണിത്. ഭഗവത്ഗീത എന്ന പദത്തിൻ്റെ അക്ഷരാർത്ഥം ദൈവത്തിൻ്റെ ഗാനം എന്നാണ്. ഭഗവത് എന്നാൽ ദൈവത്തിൻ്റെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഗീത എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും ഉൾപ്പെടുന്നു. ഓരോ അധ്യായത്തെയും യോഗം എന്ന് വിളിക്കുന്നു. ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു പാത. ജീവിതത്തിൻ്റെയോ തത്വചിന്തയുടെയോ ഭക്തിയുടെയോ ഒരു പ്രത്യേക വശത്തെ ഇത് അഭിസംബോധന ചെയ്യുന്നു. സംസ്കൃതത്തെ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.